നിത്യവും എന്നെ കുളിപ്പിക്കും, വൃത്തിയിലെന്നെ നടത്തിക്കും, കുഞ്ഞിക്കൈയിൽ ചുംബിക്കും, താമരമേനി കഴുകിയിടും. നിത്യവും എന്നെ കുളിപ്പിക്കും, വൃത്തിയിലെന്നെ നടത്തിക്കും, കുഞ്ഞിക്കൈയിൽ ചുംബിക്കും, താമരമേനി കഴുകിയിടും. ഉമ്മ 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 നൽകിടുമെന്നും പൊന്നുമ്മ, അമ്മിഞ്ഞപ്പാലൂട്ടിയിടും, താരാട്ടാട്ടിയുറക്കിയിടും. യാഗം മണ്ണത്തിനങ്ങാണ്, കാര്യം ഉമ്മ പറഞ്ഞിടും. കുറ്റം എന്ത് പറഞ്ഞാലും പാവം ഉമ്മ ക്ഷമിച്ചിടും. യാഗം മണ്ണത്തിനങ്ങാണ്, കാര്യം ഉമ്മ പറഞ്ഞിടും. കുറ്റം എന്ത് പറഞ്ഞാലും പാവം ഉമ്മ ക്ഷമിച്ചിടും. ഉമ്മ 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 നൽകിടുമെന്നും പൊന്നുമ്മ, അമ്മിഞ്ഞപ്പാലൂട്ടിയിടും, താരാട്ടാട്ടിയുറക്കിയിടും. കാലം ഏറെ കഴിഞ്ഞിടും, വൃദ്ധയും മാറിയിടും. അന്നേരം സാന്ത്വനം പാടിയിട്ട് ഉമ്മയെ വാനിമുറക്കിയിടും. കാലം ഏറെ കഴിഞ്ഞിടും, വൃദ്ധയും മാറിയിടും. അന്നേരം സാന്ത്വനം പാടിയിട്ട് ഉമ്മയെ വാനിമുറക്കിയിടും. ഉമ്മ 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 നൽകിടുമെന്നും പൊന്നുമ്മ, അമ്മിഞ്ഞപ്പാലൂട്ടിയിടും, താരാട്ടാട്ടിയുറക്കിയിടും. ഉമ്മ ഉമ്മ എന്നുമ്മ നൽകിടുമെന്നും പൊന്നുമ്മ, അമ്മിഞ്ഞപ്പാലൂട്ടിയിടും, താരാട്ടാട്ടിയുറക്കിയിടും. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാന് എല്ലാ വർഷവും സ്ഥിരമായി പാടുന്ന ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സഹിക്കുക. കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കെങ്കിലും അതോ ഇപ്പൊ തന്നെ അവിടെ നിർത്തണം. ഇപ്പൊ തന്നെ നിർത്തണമെങ്കിൽ പറയും, ഞാൻ ഇപ്പൊ തന്നെ നിർത്തി പാടുന്നതിന് മുമ്പ് തന്നെ നിർത്തുന്ന ആദ്യത്തെ ആളായിരിക്കും. പാടുന്ന ഓക്കെ ഓക്കെ ഏതായാലും സഹിക്കുക. ഒരു മരണത്തെ കുറിച്ചുള്ള എഴുതിക്കാരി തിരുവരങ്ങാടി ആരിപ്പുൽപ്പറ്റ മാഷാ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ. ഏതായാലും ഒരു ചെറിയ പാട്ട് എല്ലാവരും താല്പര്യത്തോടു കൂടി കേൾക്കണം. മരണത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമ്മളെ ഏത് സമയം തേടി വരാൻ തേടി കാത്തിരിക്കുന്ന മരണം, ആ മരണത്തെ കുറിച്ചുള്ള ചെറിയൊരു ഗാനം. നിന്റെ തുണയും നിന്റെ തുറന്ന മിഴിയും കരയുന്ന നിന്റെ തുണയും കേൾക്കുന്നുണ്ടോ? ഹലോ,
കേൾക്കുന്നുണ്ട്. ഇപ്പോ മൈക്ക് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ, കട്ട് വന്നില്ലേ? ഒന്ന് ട്രൈ ചെയ്യാം. വേറെ ആർക്കെങ്കിലും മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് എടുക്കട്ടോ. ഇപ്പോൾ ഓക്കെ. നിന്റെ ഈ തുറന്നടിയും കരയുന്ന നിന്റെ തുണയും മകനും നിന്റെ റൂഹും. ഹലോ, അസ്സലാമു അലൈക്കും. സാരമായ നമ്മുടെ യുവ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നമ്മുടെ ദാറുൽ ഖുർആനിൽ പഠിക്കുന്ന നമ്മുടെ വിജ്ഞാനികൻ ഇർഫാൻ ഇൻഷാല്ലാ അടുത്ത വർഷം മൈക്കെടുക്കുമ്പോൾ ഇൻഷാല്ലാ അദ്ദേഹം വ്യത്യസ്തമായ 5 കാരികളുടെ ഫാത്തിഹ ഓർഡർ അവിടെ ഏറ്റിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വർഷം എടുക്കുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഇൻഷാല്ലാ നമുക്ക് വേണ്ടിയിട്ട് ഓടുന്നതാണ്. എല്ലാവരും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണം. അദ്ദേഹം മുസ്ലിമിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അബു അഹമ്മദ്, താങ്കൾ മൈക്ക് എടുക്കാത്തതാണ് ബാക്കിയവരെ എടുക്കാത്ത. ബാക്കി വയ്ക്കുക, മൈക്ക് എടുത്തോളൂ. മൈക്കുള്ള സാറ് അബു അഹമ്മദ് എന്തിനാ പാട്ട് പാടാൻ വേണ്ടിയാണോ കൈപൊക്കിയിരിക്കുന്നത്? അബു അഹമ്മദ് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണോ? അബു അഹമ്മദ് ഇല്ലെന്നാണ് തോന്നുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് അടുത്ത ആളെടുത്തോളൂ. അബു അഹമ്മദിനെ ഞാനൊന്ന് ബാക്കിലേക്ക് ആക്കി തരാം. ഒരു സെക്കൻഡ് ഒന്ന്. ഓക്കെ, അടുത്ത ആളെടുത്തോളൂ. അദ്ദേഹം ഇവിടെ ഇല്ല തോന്നുന്നുണ്ട്. അസ്സലാമലൈക്കും. തോട്ടശ്ശേരിയാറ ഒന്നില്ലല്ലേ? ഖാലിദാണ്. ഇതേമാതിരി മേലവീട്ടിൽ ഖാലിദ് ഇക്ബാൽ യുടെ ഐഡിയിലാണ് ഉള്ളത്. ഇപ്പോ തോട്ടശ്ശേരിയാറ ഒരു മോനൊരു പാട്ട് പാടി ഇങ്ങോട്ട് പോയിരുന്നു. ഇഷ്ടിക്ക പോയതായിരിക്കും അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തോട്ടശ്ശേരിയാർ കേൾക്കുന്നുണ്ടാ? ഒന്ന് എത്തടിച്ചാലും. ഓക്കെ. ഇതൊരു പാട്ട്, നമ്മളെ പഴയ പാട്ടൊന്നും പാടില്ലേ? പാടട്ടെ? തോട്ടശ്ശേരിയാറാ പഴയ പാട്ടൊന്നും പാടട്ടെ. ഖാലിദ് ആ പാട്ട് പാടാൻ വേണ്ടി പറയാൻ വേണ്ടി ഖാലിദ് ഖാലിദ് മൈക്കെടുത്തോളൂ. പഴയ പാട്ട് പാടാൻ വേണ്ടി പറയാൻ വേണ്ടി ഇക്ബാൽ എന്ന ഐഡിയുള്ള ഖാലിദ് എടുത്തോളൂ. ഓക്കെ, ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമലൈക്കും. നിന്റെ തുറന്നലിയും കരയുന്ന നിന്റെ തുണയും
മകളും പരലോകയാത്രയാകും നിന്റെ ഈ തുറന്ന മിഴിയും പറയാൻ കൊതിച്ച വരികൾ മനസ്സിൽ വിതുമ്പി നിന്നു പറയുന്നതാകെയെന്ന് പാഴ്വേലയായി മാറും പറയാൻ കൊതിച്ച വരികൾ മനസ്സിൽ വിതുമ്പി നിന്നു പറയുന്നതാകെയെന്ന് പാഴ്വേലയായി മാറും നിന്റെ ഈ തുറന്ന മിഴിയും കരയും നിന്റെ തുണയും മകളും പരലോകയാത്രയാകും നിന്റെ ഈ തുറന്ന മിഴിയും കരയാതിരുന്ന കണ്ണുകൾ കണ്ണീർ പൊഴിച്ചിടുന്നു കരയുന്ന നിന്നയോത്ത് നിറയുന്ന മിഴികളോടെ കരയാതിരുന്ന കണ്ണുകൾ കണ്ണീർ പൊഴിച്ചിടുന്നു കരയുന്ന നിന്നയോത്ത് നിറയുന്ന മിഴികളോടെ നിന്റെ ഈ തുറന്ന മിഴിയും കരയുന്ന നിന്റെ തുണയും അകലുന്ന നിന്റെ രൂപം പരലോകയാത്രയാകും നിന്റെ ഈ തുറന്ന മിഴിയും ദുനിയാവിലെ സുഖങ്ങൾ സകലം വെടിഞ്ഞു പോകും തുണയാരുമില്ലയെന്ന് തനിച്ചാക്കി നിന്നെ ദൂരെ ദുനിയാവിലെ സുഖങ്ങൾ സകലം വെടിഞ്ഞു പോകും തുണയാരുമില്ലയെന്ന് തനിച്ചാക്കി നിന്നെ ദൂരെ നിന്റെ ഈ തുറന്ന മിഴിയും കരയുന്ന നിന്റെ തുണയും മകളും നിന്റെ രൂപം പരലോകയാത്രയാകും നിന്റെ ഈ തുറന്ന മിഴിയും നീയുമൊരു നാൾ മരണം വരുന്നേരും ഓർക്കാപ്പുറത്തു നിന്റെ ശ്വാസം നിലച്ചു പോകും നീയുമൊരു നാൾ മരണം വരുന്നേരും ഓർക്കാപ്പുറത്തു നിന്റെ ശ്വാസം നിലച്ചു പോകും നിന്റെ ഈ തുറന്ന മിഴിയും കരയുന്ന നിന്റെ തുണയും അകലുന്ന നിന്റെ രൂപം പരലോകയാത്രയാകും നിന്റെ ഈ തുറന്ന മിഴിയും. Thank you. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇപ്പൊ ഗാനം ആലപിച്ച ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മളെ MICRന്റെ പ്രധാനപ്പെട്ട അഡ്മിനാണ് MB ഖാലിദ് തിരുരങ്ങാടി എന്ന് പറഞ്ഞ നമ്മളെ ഖാലിദൊക്കെയാണ് ISFയിൽ നിന്ന് ഇപ്പോ ഒഴിവാക്കി നാട്ടിൽ സുഖവാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്നിരുന്നാലും നമ്മുടെ റൂമിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഖാലിദ് ഖാനെ കാണാത്തിൽ ഒരുപാട് ആളുകൾ അന്വേഷിക്കാറുണ്ട്. മാഷാ അല്ലാഹ്. ഖാലിദ് ഖാൻ ഇവിടെ ജിദ്ദയിൽ നിന്ന് പ്രവാസ ജീവിതം മതിയാക്കി ഗൾഫിൽ പോയി സുഖവസിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ കുടുംബത്തെ കാണാൻ വരാത്തതിൽ എല്ലാവർക്കും പരാതിയുണ്ട്. ഖാലിദ് ഖാൻ ഇടക്ക് പഴയ ഐഡി MB ഖാലിദ് എന്നുള്ള ഐഡിയിൽ തന്നെ വരണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ കാതോർത്ത്. എന്തിനാണ് UAE-ക്കാർ ഐഡി ഒക്കെ എടുത്തിരിക്കുന്നത്? വല്ല UAE-ക്കാർ ഐഡി എടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും സൗദിയിലെ ഐഡിയിൽ തന്നെ വരാം. സൗദിയിൽ ഉണ്ടായിരുന്ന ഐഡിയിൽ തന്നെ വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കണം സഹോദരന്മാരെ. അതുപോലെ ഞാൻ
പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി മൈക്കെടുത്ത് ഇൻഷാല്ല 7 മണിക്ക് സൗദി സമയം 7 മണിക്ക് ബഹ്റൈനിൽ നിന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മുടെ പിന്നെ ചർച്ചാ റൂമിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആളുകൾ കൈപ്പൊക്കി നിൽക്കുന്നതിനാൽ ആളുകൾ നമ്മുടെ സഹോദരന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ റൂമിൽ 11 മണി വരെ നമ്മുടെ ഈ പ്രോഗ്രാം തുടരാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഏതെങ്കിലും പണ്ഡിതന്മാരെ ആശംസകൾ അർപ്പിക്കാൻ വന്നാൽ മാത്രം നമ്മൾ അതിന് മാത്രം വഴി ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ല. പിന്നെ അതുപോലെ വേറെ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ എനിക്ക് ഒരാളെ അയച്ചു തന്നത് ഞാൻ വായിച്ചു. നമ്മുടെ കുഞ്ഞുമലയിലെ പറപ്പൂരിനെയും ടി എൻ അബ്ദുൽ ലത്തീഫിനെയും പിന്നെ പുറത്താക്കി എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ ആലോചിച്ചത്, ഒരു കാലത്ത് ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ നോക്കിക്കൊന്നത് ഈ പെരുന്നാൾ ദിനത്തിലാണ്. ആ പെരുന്നാൾ സമ്മാനമായിട്ടാണ് ജൂതന്മാർ കൊടുത്തതായിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ശരി എന്താണോ അയാൾ ചെയ്ത് ശരിയോ തെറ്റോ എന്നല്ല നമ്മൾ വാദിക്കുന്നത്. അതുപോലെ പെരുന്നാൾ സമ്മാനമായിട്ട് നമ്മുടെ പിന്നെ കോക്കസുകാര് നമുക്ക് തന്നതാണ് നമ്മളെ ഒരു പുതിയ വാർത്തയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ വാർത്തയല്ല. എന്നിരുന്നാലും ഒരു പുതിയ വാർത്ത കൊടുത്തത് പെരുന്നാൾ തലേന്ന് പെരുന്നാൾ സമ്മാനമായിട്ട് നമുക്ക് തന്നതാണ് ഈ ജൂതന്മാരുടെ പണിയായ ഈ പെരുന്നാളിന്റെ തലേ ദിവസം പുറത്താക്കലും അകത്താക്കലൊക്കെ. ഏതായാലും അകത്തായാലും പുറത്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും അകത്തല്ലല്ലോ. അപ്പോ ഏതായാലും ഇത് കൊടുത്ത സമയം വളരെ ഉഷാറായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഇന്നത്തെ സമയം അത് നമ്മൾ ചെലവഴിക്കുന്നില്ല. എന്നിരുന്നാലും ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ അപ്പോൾ പ്രതികരിച്ചെന്ന് മാത്രം. ഇൻഷാല്ലാ സഹോദരന്മാരെ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മൈക്കിലേക്ക് വരിക. നമ്മുടെ അബു അഹമ്മദ് കൈപ്പൂട്ടി നേരത്തെ നിന്നായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു എന്നെ സൗണ്ട് കേൾക്കാമോ? ഓക്കെ, അറബിക് സോങ്ങാണ് പാടുന്നത്. من بنات ليوسف كأنها وقل فلا بدفانها من متى الخيا عساك الخيول زنها في دقها وزنانا من بنات ليوسف جفون كأنها وقل فلا بدفانها من متى الخيا عساك الخيول في دقها وجنانها زنها ما شفت اسمه الله اللي بلدنا الاسطورة زنها ما شفت اسمه الله اللي بلدنا الاسطورة تستدين بحيلة من كل زول من سخرها سوى خيالها من بنات للكفر جفون كأنها وجل فلا بكسانها من متى الخيا عساك الخيول زنها في دقها يزلالها ذكر الله كلمة قامت تجوب واحمد الله كلمة بكلانا ذكر الله كلمة قامت تجوب واحمد الله بحباننا كأنها تمشي على قرى قبور فتنة اللي خافق يبرانا من بنات للكفر جفون كأنها ضبيا فلا بتفانا من يتلقيها عساك الخيول زنها في دقها بزلالها وفي القصة على كف الخجل تلتفي شمس العطوب بلالنا وفي القصة على كف الخجل تلتفي شمس العطوب بلالنا وصفها السحاب يحول بيعي تستقيل خيالنا من بنات للكفر جفون كأنها وقل فلا بتفعلها بنية الخيا عساك الخيول زنها في دقها يجلالها. شكرا.
വറഹ്മത്തുള്ളാഹി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മുടെ കുഞ്ഞനുജൻ ഹിസ്ന് പഠിക്കുന്ന നമ്മുടെ കുഞ്ഞനുജൻ പിന്നെ ഇർഫാൻ 5 വ്യത്യസ്ത കാരികളുടെ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാം. السلام عليكم ورحمة الله. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, അടുത്തതായി ഇർഫാൻ അഹമ്മദ് സൗദിന്റെ രീതി അനുസരിച്ച് ഓതും. ഇദ്രീസ് അക്ബറിനെയാണ് പോകുന്നത്. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹോദരങ്ങളെ, അടുത്തതായി നമ്മുടെ ഇർഫാൻ അഹമ്മദ് അജ്മിയുടെ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് ചോദിച്ചു. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അടുത്തതായി മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദത്തിൽ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അഹമ്മദ് സൗദിന്റെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ റൂമിന്റെ പരിപാടികളെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തിരുവനന്തപുരം മുട്ടപ്പലം
സ്വദേശി മുബാറക് സാഹിബിന്റെ മകനാണ്. അദ്ദേഹം തൃശ്ശൂരിലെ ദാറുൽ ഖുർആനിൽ ഹിഫ്ദിന് വേണ്ടി പഠിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ ഹലോ, ഇതിനിടയിൽ DC ആവുന്ന കരുതി. പിന്നെ ഞാൻ അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുണ്ട് ഇർഷാദ് ബാവസി, അദ്ദേഹം തൊട്ട് മേലായിരുന്നു, DC ആയിട്ട് തൊട്ട് അടിക്ക് പോയതാണ്. അദ്ദേഹം ഹാഫിളാണ്, അതുപോലെ നല്ല പാട്ടും അറബിക്കാനൊക്കെ പാടും, എന്റെ സുഹൃത്തും കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാൻ വേണ്ടി, കാരണം അദ്ദേഹം മുകളിലായിരുന്നു, നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് അടിയിലേക്ക് വന്നതാണ്. ഈ ID പല ആളുകളും നമ്മൾ ഫേവറേറ്റിൽ ഇട്ടിട്ട് കൊണ്ടുവരണം. അദ്ദേഹം ഹിഫ്ദാണ്, മുജാഹിദ് മദ്രസയിലൊക്കെ പഠിച്ച ആളാണ് എന്നുള്ളതും കൂടെ പറയാണ്. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരണം എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ ഷരീഫ്, ഇസ്ലാമിന്റെ ബാപ്പയാണ്. ഞാനൊരു പാട്ട് പാടാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. കഅബാ മന്ദിര വാതിൽ കലണയും ദുൽഹജ്ജ് മാസമേ വന്നാലും തൗബയിൽ മുങ്ങിയ ഖൽബുകളകിലം സംസമിൽ കഴുകി തുടച്ചാലും സംസമിൽ കഴുകി തുടച്ചാലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഹറമിൽ കടക്കുന്ന മാനവ ഹൃദയത്തിൽ വർണ്ണവ്യത്യാസങ്ങളില്ല, കറുത്തവരില്ല വെളുത്തവരില്ല, ദേശങ്ങൾ ഭാഷകളില്ല. ഇവിടെ സുൽത്താനും തെരുവിന്റെ പുത്രനും ആദമിൻ സന്തതി മാത്രം, ആദമിൻ സന്തതി മാത്രം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സാഹിബിങ്ങളെ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനൊരു പാട്ട് പാടാം, ഒരു മലയാള പാട്ട് ഇൻഷാ അല്ലാഹ്. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മീതെ, പൊള്ളിടുന്ന ചൂടു തിന്നും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതെ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മീതെ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന് നാമമായി തീരുമേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന് നാമമായി തീരുമേ. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, എന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, എന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ,
കനമേറിടുന്ന കല്ലതിന്റെ മീതെ. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മളെ നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണിലെ. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മളെ നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണിലെ. ഇന്നതിരില്ല അപേക്ഷയാർക്കും പാരിലേ, എല്ലാം വിട്ടെറിഞ്ഞ് പോണം പള്ളിക്കാട്ടിലേ. ഇന്നതിരില്ല രക്ഷയാർക്കും പാരിലേ, എല്ലാം വിട്ടെറിഞ്ഞ് പോണം പള്ളിക്കാട്ടിലേ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ. തൊട്ടടുത്ത തുണിക്കടയിൽ വന്നുവോ നിന്നെ കഫം ചെയ്യാനെടുത്തിടും നല്ല തുണി. തൊട്ടടുത്ത തുണിക്കടയിൽ വന്നുവോ നിന്നെ കഫം ചെയ്യാനെടുത്തിടും നല്ല തുണി. എന്നുള്ള ചിന്ത കൽബിലില്ലതിന്നു നാം നല്ല ഉന്ന മറന്നോടിടുന്നതെന്തിനാ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ. പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും സഹോദരന്മാരെ, ബാവ എന്റെ സുഹൃത്തും കൂടെയാണ്. അദ്ദേഹം MBS പള്ളിയിലെ ഇമാമാണ്, രണ്ടത്താണി അടുത്ത് പൂവഞ്ചനക്കില്. അദ്ദേഹം ഒരു കിറാത്തും കൂടെ ഇൻഷാ അല്ലാഹ് നല്ലൊരു കാര്യം കൂടെയാണ്, ഹാഫിളാണ് എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ഒരു കിറാത്തും കൂടെ ഇൻഷാ അല്ലാഹ് നമ്മളെ മലയാള ഇസ്ലാം ക്ലാസ്സിന് വേണ്ടി നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തിനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. കൈബന്ധിക്ക് ബാവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ അഡ്മിന്മാരെ അബു അഹമ്മദ് മറ്റുള്ള ആളുകളൊക്കെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ബഹ്റൈനിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ലൈവ്, നമ്മുടെ സാബിർ നവാസിന്റെയും മറ്റു പണ്ഡിതന്മാരുടെ ലൈവ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചർച്ചാ റൂം ഒന്ന് തുറന്നു കൊടുക്കണമെന്ന് അറിയിക്കണം സഹോദരന്മാരെ. ഓക്കെ, ഇവിടെ മൊയ്തീൻക്ക് എല്ലാവരും കുട്ടികളുടെ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. പക്ഷെ മറ്റുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ ഇന്ന് 11 മണി വരെ പ്രോഗ്രാം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും ചർച്ചാ റൂമിലേക്ക് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അതിനുശേഷം പിന്നെ തീരുമാനിക്കാം. നമ്മുടെ ബാബ എടുത്തോളൂ, മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. തബാറക്കല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒന്ന് ഓതാ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ കൈവ് ഇതിൽ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون ثم كلا سيعلمون. ألم نجعل الأرض مهادا والجبال
أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. മൈക്ക് പോയല്ലോ, മൈക്ക് പോയിട്ടുണ്ട്. ബഹളം ലൈവ് തുടങ്ങാനായോ? മൈജിക്കാം, മൈജിക്കാം. ആര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ആർക്കും മൈക്ക് വേണ്ടേ? നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മൈക്ക് വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ഇങ്ങോട്ട് ഈ റൂമിലേക്ക് കൊടുക്കും. ലൈവ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ? ഓക്കെ. മറ്റുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമ്മുടെ ലൈവ് പുറത്തേക്ക് കൊടുക്കും ബഹ്റൈനിൽ നിന്നുള്ളത്. എടുത്തോളാം, അറുപത്തോടുള്ള സഹോദരൻ എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير
قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء أنتم إلا في ضلال كبير. شكرا جزاكم الله. السلام عليكم. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രോഗ്രാമിന് മുമ്പിൽ ചെറിയൊരു പ്രസംഗം കാഴ്ചവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ് മനീഷ്. സഹോദരന്മാരെ, നമ്മുടെ ബഹ്റൈനിൽ നിന്നുള്ള നമ്മുടെ സാബിർ നവാസിന്റെ ലൈവ് ചർച്ചാ റൂമിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചർച്ചാ റൂമിൽ പോകണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സാബിർ നവാസ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠന ക്ലാസ് നമ്മുടെ ബഹ്റൈനിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ചർച്ചാ റൂമിൽ അതിന്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കളറടികൾ എല്ലാവരും അവിടേക്ക് പോകണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റുള്ള പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചർച്ചാ റൂമിലേക്ക് പോകാം. എടുത്തോളൂ, സൈഡ് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുഞ്ഞാലിജൻ ഇർഫാന്റെ വക ഒരു ചെറിയ സംസാരമാണ് അദ്ദേഹത്തിനെ കൊടുക്കുക. നേരത്തെ ഓതിയ ആളാണ് ഇർഫാൻ. الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار الصلاة والسلام على رسول الله وعلى آله وصحبه. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത രണ്ട് ആഘോഷങ്ങളായ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്തർ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഇന്ന് നമ്മിൽ നിന്നും ഈദുൽ അദ്ഹയും കഴിഞ്ഞുപോയി. ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസ്മരണീയമായ ഓർമ്മകൾ പുതുക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതമാർഗത്തെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് അതിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് മാർഗദർശനമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഖുർആൻ എടുത്തു കാണിക്കുന്നു. അദ്ദേഹം ആദ്യമായിക്കൊണ്ട് തന്റെ പിതാവിനോട് തൗഹീദ് പറയുന്ന സന്ദർഭത്തെ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നു. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. അതേ
അദ്ദേഹം അതാ ചോദിക്കുകയാണ്, തന്റെ സമൂഹത്തോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഹേ സമൂഹമേ, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്? അതേ, നിങ്ങൾ എന്തിനാണ് ഇവയുടെ മുമ്പിൽ അതേ പൂജകൾ നടത്തുന്നത്, അതേ സുജൂദുകൾ ഇതിനു മുമ്പിൽ അർപ്പിക്കുന്നത്? അപ്പോൾ അതാ അവർ തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറയുകയാണ്, ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. അതേ, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളിൽ നിന്ന് എപ്രകാരം കണ്ടുവോ അത് ഞങ്ങളതാ ചെയ്യുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനത്തോട് അതേ അല്ലാഹുവിനോട് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം നൽകാനും കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണെന്നും അതേ ബാക്കിയുള്ള എല്ലാ വിഗ്രഹങ്ങളും വെറും വിഗ്രഹങ്ങൾ മാത്രമാണ്, അതിന് യാതൊരു ശക്തിയുമില്ല, കേൾവിയില്ല, കാഴ്ചയില്ല, യാതൊരു ഉപകാരമോ ഉപദ്രവമോ അതിനെ ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ ആരാധിക്കരുത് സമൂഹമേ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവരുടെ ആരാധനാ മണ്ഡപത്തിൽ കയറിക്കൊണ്ട് അതേ അവരുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുകയാണ്. അവസാനം ഒരു വിഗ്രഹം ഒഴികെ ആ വിഗ്രഹത്തിന്റെ കഴുത്തിലതാ മഴ തൂക്കിയിട്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ജനങ്ങൾ തിരിച്ചു വരുമ്പോൾ അതേ വിഗ്രഹങ്ങൾ ഉടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതാ ജനങ്ങളതാ ചോദിക്കുകയാണ്, ഇബ്രാഹിം എവിടെ? അവനായിരിക്കും ഇത് ചെയ്യാൻ സാധ്യത. അപ്പോൾ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ ഈ വലിയ വിഗ്രഹമുണ്ടല്ലോ, ഇതിനോട് ചോദിച്ചു നോക്കൂ, ആരാണ് ഇത് ചെയ്തത്? ഇത് സംസാരിക്കുമെങ്കിൽ, ഇത് കേൾക്കുമെങ്കിൽ, ഇത് കാണുമെങ്കിൽ അതേ ഇത് പറഞ്ഞു തരും ആരാണ് ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചതെന്ന്. അപ്പോൾ അതാ അവർ മനസ്സിലാക്കുകയാണ്, ഈ വിഗ്രഹങ്ങൾക്ക് കാണാൻ കഴിവില്ല, കേൾക്കാൻ കഴിവില്ല, യാതൊരു ഉപകാരമോ ഉപദ്രവമോ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. എന്നാലും അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഇതിനെ ഞങ്ങൾ ഖരിക്കാൻ പോകുകയാണ്. അതേ ആ സമൂഹം പറയുന്നതായി ഖുർആൻ സൂറത്തുൽ അംബിയായിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതേ ഖാലൂ ഹരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ ഈ പുത്തൻവാദിയെ കരിച്ചുകൊള്ളുക, നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ ആരാധന്മാരെ അതേ രക്ഷിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് ആ അവിശ്വാസികൾക്ക് മറുപടി ഇറക്കി കൊടുക്കുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് പറയുകയാണ്, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക. അങ്ങനെ തീയതാ ഇബ്രാഹിം നബിക്ക് തണുപ്പും സമാധാനമാകുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് രക്ഷപ്പെടുന്ന സംഭവം അതേ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുണ്ടായ ത്യാഗസ്മരണീയമായ സംഭവങ്ങൾ അതേ ഓരോ വിശ്വാസിക്കും പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, ലോകത്തേക്ക് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും, അല്ലാഹു നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അതേ അവർ പറഞ്ഞത് സൂറത്തുൽ അംബിയാഇന്റെ 25-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാൻ എന്നെ ആരാധിക്കപ്പെടണം, ഞാനാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്, ഞാനല്ലാതെ മറ്റൊരു ആരാധനില്ല എന്ന വഹി നൽകാതെ ഒരു പ്രവാചകനെയും ഭൂമിലോകത്തേക്ക് നാം താങ്കൾക്ക് മുമ്പ് നിയോഗിച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ അതേ ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണീയമായ ഓർമ്മകൾ ഓർക്കുക മാത്രമല്ല, അതിനനുസരിച്ചുകൊണ്ട്
തൗഹീദിന്റെ പ്രബോധകരായിക്കൊണ്ട്, തൗഹീദിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രബോധകരായിക്കൊണ്ട് നാം മാറണം. നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കണം, നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കണം. അങ്ങനെ ഇസ്ലാമിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ പടുത്തുയർത്താൻ നാം ഓരോരുത്തരും കഠിന പരിശ്രമം ചെയ്യണം. അല്ലാഹു പറയുന്നു, وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. അതേ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ അതേ ഒരു പ്രവാചകന്മാരെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ നൂഹ് അധ്യായത്തിലൂടെ, ഹൂദ് അധ്യായത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നു. അതേ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതേ ജനങ്ങളിലേക്ക് അയച്ചു. വലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനയുമില്ല. ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതേ ആ ജനങ്ങൾ പിന്തിരികയാണ്. ആ ജനങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുകയാണ്. അവർ അതാ തെറ്റിലേക്ക് പോവുകയാണ്. അതേ ശുഐബ് നബി തന്റെ ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. അതേ ജനങ്ങളെ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനായി നിങ്ങൾക്ക് യാതൊരു രക്ഷിതാവുമില്ല. അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവനാണ് ഏകൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. അതാ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. അതേ അപ്പോൾ അതാ അവിടെ നിന്ന് നബിമാരക്ക് ക്ഷമിക്കുന്നതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അതേ ഉലുൽ അസ്മിയിൽപ്പെട്ട പ്രവാചകന്മാർ, ദൃഢനിശ്ചയമായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. അതേ അങ്ങനെ പറയുമ്പോൾ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതേ വഹി ഇറങ്ങിയ അവസരത്തിൽ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു, വഅൻദിർ അശീറതകൽ അവ്വലീൻ. അതേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്നത് ആദ്യമായിക്കൊണ്ട് നീ താക്കീത് ചെയ്യേണ്ടത് നിന്റെ കുടുംബക്കാരോടാണ്, നിന്റെ ബന്ധുമിത്രാദികളോട് ആണ് എന്ന് പറയുമ്പോൾ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് താക്കീത് കൊടുക്കുകയാണ്. അതേ കുടുംബക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അതേ അവരോട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വചനമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ അവിടെ നിന്ന് അബൂ ലഹബ് എണീറ്റ് നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിക്കുകയാണ്. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമെന്ന് പറയുമ്പോൾ അതേ ഖുർആൻ വചനമിറക്കുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് നാശമടഞ്ഞിരിക്കുന്നു, അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്ന് ഇറക്കുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിന്റെ ത്യാഗങ്ങൾ, തൗഹീദ് പ്രബോധനം ചെയ്യാനുള്ള ത്യാഗങ്ങൾ അതോടെ ആരംഭിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇലെത്തുമ്പോൾ അതേ അവിടെ നിന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി റസൂലില്ലാഹ്. അതേ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ച് പോകുന്നു, ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലെടുത്തോളം നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല, വഴികേടിലാവുകയില്ല. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണത്, വസുന്നത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യമാണ്. അങ്ങനെ ആ ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ നാനാഭാഗങ്ങളിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു തന്ന തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന തൗഹീദ്, ആ തൗഹീദിനെ അനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും അല്ലാഹു പറഞ്ഞ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നയിക്കാനും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മറ്റ് പ്രവാചകന്മാരുടെയും ചരിത്രം സ്മരിച്ചുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. ഇർഫാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ അറിവ് നൽകി നമ്മുടെ നല്ലൊരു പ്രഭാഷകനായി പണ്ഡിതനായി അദ്ദേഹത്തെ മാറ്റട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരനായ പണ്ഡിതന്മാർ വളരെ വിരളമാണ്. ഒന്നോ രണ്ടോ എന്ന് തന്നെ പറയാം. ഭാവിയിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്വാലിഹായ ഒരു മകനായി അവൻ മാറട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിനു സ്ത്രീധന ചോരം തിന്ന് പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന സ്ത്രീധന ചോരം തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. മുത്തുനബി അത് വാങ്ങിയില്ല, അത് വാങ്ങാൻ നമ്മോടോതിയില്ല. മെഹർ കൊടുത്ത നല്ല വിവാഹം പോരെ നമുക്കി ദുനിയാവിൽ, പോരെ നമുക്കി ദുനിയാവിൽ. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. ഒന്നിച്ചു തീർക്കേണം സോദരരെ ഈ പാപം പേറി, നരകം വാങ്ങിയിടരുതാരും, നരകം വാങ്ങിയിടരുതാരും. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. നശ്വരമി ഈ ലോകത്തിൽ നഷ്ടത്തിന് വഴിവേണം. ശാശ്വതമായൊരു സൗഭാഗ്യത്തെ സ്ത്രീധനമെന്ത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. തരുണികൾ ജീവനൊടുക്കുന്നു, അത് ഇരുതുണയില്ലാതാകുന്നു. പണ്ഡിതരും പണമുള്ളവരും അതിൽ പങ്കാളികളായി തീരുന്നു, പങ്കാളികളായി തീരുന്നു. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. പരലോകത്തെ മറക്കല്ലേ, നീ പണത്തിനായി കൊതിക്കല്ലേ. ഉത്തമമായ നബിയുടെ മാർഗം ജീവിതമായി നീ കാട്ടേണം, ജീവിതമായി നീ കാട്ടേണം.
സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നതു മണ്ണിൽ, നരകം വാങ്ങുന്നതു മണ്ണിൽ. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിനത് മണ്ണിൽ, പാപം പേറുന്നത് മണ്ണിൽ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഞങ്ങള് നാട്ടിൽ നിന്നാണ്. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സാധാരണ റേഡിയോയിലാണ് കേൾക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞങ്ങള് ഫുള്ളായിട്ട് MICRന്റെ കൂടെയാണ് ഈദ് ആഘോഷിച്ചത്. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക് കുടുംബസമേതം. ഞങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ മണി 10:45 എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ലേ? അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? നമ്മളെ MICRൽ ഒരുപാട് മംഗലാപുരക്കാർ പിന്നെ കർണാടകക്കാരൊക്കെ കയറാറുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ മൊത്തം മലയാളം പാട്ട് പാടിയാണ്. അതുകൊണ്ടൊരു കർണാടക പാട്ട് ഞാൻ പാടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പാടാമല്ലോ? പാടട്ടെ? ಅಸ್ಸಲಾಮಲೈಕುಂ. ಅಲ್ಲಾಹುವಿನ ಕರುಣೆಯಿಂದ ಸಫಲ ನಮ್ಮ ಜೀವನ, ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಭೂಮಿ ಗಗನ ಸೃಷ್ಟಿಗೆಲ್ಲ ಅವನೇ ತಾನೇ ಕಾರಣ, ಹಗಲು ಇರುಳು ಅವನ ಮಹಿಮೆ ಸ್ಮರಣೆ ನಮಗೆ ತೋರಣ. ಹಗಲು ಇರುಳು ಅವನ ಮಹಿಮೆ ಸ್ಮರಣೆ ನಮಗೆ ತೋರಣ. ಅಲ್ಲಾಹುವಿನ ಕರುಣೆಯಿಂದ ಸಫಲ ನಮ್ಮ ಜೀವನ, ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಆದಿಕಾಲದಿಂದ ಜಗದಿ ರೂಪುಗೊಂಡು ನಿಂತಿದೆ, ಆದಿಕಾಲದಿಂದ ಜಗದಿ ರೂಪುಗೊಂಡು ನಿಂತಿದೆ. ಎಲ್ಲ ಜನರ ಭಕ್ತಿಗಾಗಿ ಕಾಬ ಎದ್ದು ನಿಂತಿದೆ. ಆದಿಕಾಲದಿಂದ ಜಗದಿ ರೂಪುಗೊಂಡು ನಿಂತಿದೆ. ಎಲ್ಲ ಜನರ ಭಕ್ತಿಗಾಗಿ ಕಾಬ ಎದ್ದು ನಿಂತಿದೆ. ಸತ್ಯ ಶಾಂತಿ ಎತ್ತಿ ತೋರಿ ದುರಿದರೆಷ್ಟು ನದಿಯರು, ಸತ್ಯಕ್ಕಾಗಿ ದೀನಿಗಾಗಿ ಮಡಿದರೆಷ್ಟು ಶೂರರು. ಸತ್ಯಕ್ಕಾಗಿ ದೀನಿಗಾಗಿ ಮಡಿದರೆಷ್ಟು ಶೂರರು. ಅಲ್ಲಾಹುವಿನ ಕರುಣೆಯಿಂದ ಸಫಲ ನಮ್ಮ ಜೀವನ, ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಹೆಣ್ಣು ಹೊನ್ನು ಮಣ್ಣಿಗಾಗಿ ಜೀವ ಕಿತ್ತು ತಿಂದರು, ತಾನು ತನ್ನದೆಂದ ಜನರು ಈಗ ಎಲ್ಲಿ ಹೋದರು. ಹೆಣ್ಣು ಹೊನ್ನು ಮಣ್ಣಿಗಾಗಿ ಜೀವ ಕಿತ್ತು ತಿಂದರು, ತಾನು ತನ್ನದೆಂದ ಜನರು ಈಗ ಎಲ್ಲಿ ಹೋದರು. ಸರ್ವಶಕ್ತ ಅಲ್ಲಹನೆದುರು ನಾಳೆ ನಾವು ನಿಂತರೆ, ಪುಣ್ಯವೆಂಬ ಗಂಟಿನಲ್ಲಿ ಇನ್ನೇನು ಉಳಿದಿದೆ. ಸರ್ವಶಕ್ತ ಅಲ್ಲಹನೆದುರು ನಾಳೆ ನಾವು ನಿಂತರೆ, ಪುಣ್ಯವೆಂಬ ಗಂಟಿನಲ್ಲಿ ಇನ್ನೇನು ಉಳಿದಿದೆ. ಪುಣ್ಯವೆಂಬ ಗಂಟಿನಲ್ಲಿ ಇನ್ನೇನು ಉಳಿದಿದೆ. ಅಲ್ಲಾಹುವಿನ ಕರುಣೆಯಿಂದ ಸಫಲ ನಮ್ಮ ಜೀವನ, ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಅವನ ಧ್ಯಾನದಿಂದ ನಮ್ಮ ಬಾಳು ಪರಮ ಪಾವನ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.
അസ്സലാമു സഹോദരന്മാരെ, ഒരുപാട് വലിയ വലിയ പാട്ടുകാരൊക്കെ അടിയിലുണ്ട്. അപ്പൊ അവരൊക്കെ പിന്നെ ഇൻഷാ അല്ലാഹ് മൈക്കെടുക്കാൻ മടിക്കില്ല. ഒരുപാട് ആളുകൾ അടിയിൽ നിൽക്കുന്ന അബു അഹമ്മദിനെ പോലെ തോട്ടശ്ശേരിനെ പോലെയൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പാട്ട് പാടുകയാണെങ്കിൽ ഞാനും പാടും. ഒരു രക്ഷയില്ലെങ്കിൽ ഞാനും പാടും ഈ രൂപത്തിൽ. വലിയ വലിയ ആളുകളൊക്കെ വരട്ടെ. കുട്ടികൾ വേറെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. വലിയ വലിയ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അടിയിൽ കൈബന്ധിക്കാൻ നിൽക്കാൻ അവരൊക്കെ പാടുകയാണെങ്കിൽ ഞാനും ഒരു കൈ നോക്കും. അതൊരു ഒരു 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 വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഖാലിദെ പേടിപ്പിക്കരുത്. ഞാനിപ്പോ ഖാലിദനെയാണ്. പേടിപ്പിക്കരുത്. ഇങ്ങനെ പാട്ട് പാടുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാകെ. ഏതായാലും അത് കേൾക്കട്ടെ. ധൈര്യണ്ടെങ്കിൽ ഒന്ന് പാട്. എന്നിട്ട് വേണം അത് വിലയിരുത്താന്. ഓക്കെ. അസ്സലാമലൈക്കും. ഖാലിക്ക, ഞാൻ പറഞ്ഞത് അബു അഹമ്മദൊക്കെ എന്നോട് ഒരുപാട് പ്രാവശ്യം പാട്ട് പാടാൻ വേണ്ടി ആവശ്യപ്പെട്ട് PM അടിച്ചിട്ടുണ്ട്. അബു അഹമ്മദ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ തൊട്ട് ബാക്കിൽ ഞാനൊരു പാട്ട് പാടും. അബു അഹമ്മദ് നല്ല പാട്ട് അറിയുന്ന ആൾ തന്നെയാണ്. അബു അഹമ്മദ് ഇപ്പൊ ലൈനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അബു അഹമ്മദ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പാടും. അതുപോലെ അത്ര വലിയ വെല്ലുവിളിയൊന്നുമില്ല. അബു അഹമ്മദിന്റെ തൊട്ട് താഴെ ഞാനും പാടും. അല്ലെങ്കിൽ തോട്ടശ്ശേരിയുടെ പാടിയാൽ മതി. മൂപ്പര് പാടിയാലും ഞാനും പാടും ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ അല്ലാണ്ട് എന്താ പാട്ട് പാടാൻ ചില്ലറ സംഗതികളല്ല. പണ്ട് നബിദിനത്തിന് പാടിയതാണ്. ഇപ്പൊ ഒരുപാട് കാലമായിട്ട് പാടിയിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒരു ചാലഞ്ച് വേണ്ട. അപ്പൊ ചാലഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പാടുള്ളൂ. ഈ നമ്മളിപ്പോ ഇവര് മൈക്കെടുത്ത എന്താണ് താജു എന്ന ഇതിലുള്ള ഐഡിയയിലുള്ള ആൾക്കൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് മൈക്ക് ശരിയാക്കി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കേൾക്കും. അത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ പിന്നെ ഗ്രാഫ് അനുസരിച്ച് നല്ലൊരു പാട്ടാ പാടിയെന്ന് തോന്നുന്നത്. ഈ മൈക്കിന്റെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കണ്ടപ്പോ അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാൻ ചെയ്യാം. അപ്പൊ അദ്ദേഹം ആ മൈക്കൊന്ന് റെഡിയാണോ നോക്കിയതിന്റെ ശേഷം ഒന്നുകൂടെ വന്നാല് ആ പാട്ട് നമുക്ക് കേൾക്കാം. അസ്സലാമലൈക്കും.
സൃഷ്ടിച്ച നാഥനെന്ന് രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. മൂന്നാല് യാത്രയ്ക്ക് നല്ലതെന്ന്. നാലെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. സൂക്ഷിച്ചാൽ നല്ലതെന്ന്. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. അഞ്ചു നമസ്കാരം വാജിബെന്ന്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. ആറുണ്ട് വിശ്വാസ കാര്യമെന്ന്. ഏഴെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. തണലേതു കേട്ടായി നൽകുമെന്ന്. എട്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. പെട്ടെന്ന് മരണം വന്നേൽക്കുമെന്ന്. പെട്ടെന്ന് മരണം വന്നേൽക്കുമെന്ന്. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം. ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഖാലിദിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് കുട്ടികളൊക്കെ. അത് കേട്ടിട്ട് വേണമെന്ന് പറഞ്ഞാല് ഓക്കെ. ഖാലിദ് അതിക്കെടുക്കാൻ പാടുക. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. കൂടെയുള്ളവരെല്ലാം മൂടു കല്ലു വച്ചു പിരിഞ്ഞു പോയാൽ ആരുമാരും തുണയില്ലാതായാൽ തുണയില്ലാതായ കബറിടത്തിനുള്ളിൽ ഇണ തുണയില്ലാതെ കഴിയുന്ന മണ്ണാളിൽ ഇരുളോടി നിൽക്കും കബറിടത്തി തുണയില്ലാതെ കഴിയുന്ന നമ്മൾ കിടന്നീരണം വെറും ചെളി മണ്ണാ
മുൻകർണിക്കീറും വന്നാൽ ഉത്തരം നൽകാൻ പറ്റാതായിപ്പോയാൽ ആരുമാരും തുണയില്ലാതായാൽ ആരുമാരും തുണയില്ലാതായാൽ കൂടെയുള്ളോരെല്ലാം മൂടു കല്ലു വെച്ചു പിരിഞ്ഞു പോയാൽ ആരുമാരും തുണയില്ലാതായാൽ ആരുമാരും തുണയില്ലാതായാൽ നിന്റെ പൂമേനിയിൽ അന്ന് പുഴുവരിക്കും ചീത്ത പ്രവർത്തനങ്ങൾ ചേർന്നൊരാളായി മാറും. നിന്റെ പൂമേനിയിൽ അന്ന് പുഴുവരിക്കും ചീത്ത പ്രവർത്തനങ്ങൾ ചേർന്നൊരാളായി മാറും. രൂപം നിരായി വന്ന് നിവർന്നു നിൽക്കും. രൂപം നീലായി വന്ന് നിവർന്ന് നിൽക്കും. നാറും തോലം കണ്ട് നീറും ഹൃദയം നൊന്ത് നീങ്ങിപ്പോയാൽ ആരുമാരും തുണയില്ലാതായാൽ ആരുമാരും തുണയില്ലാതായാൽ കൂടെയുള്ളോരെല്ലാം മൂടു കല്ലു വച്ചു പിരിഞ്ഞു പോയാൽ ആരുമാരും തുണയില്ലാതായാൽ ആരുമാരും തുണയില്ലാതായാൽ ഭൂവിൽ ചെയ്തു വെച്ചോ നല്ല പ്രവർത്തനങ്ങൾ കബറിൽ തുറന്നു കിട്ടും സ്വർഗത്തിൻ കവാടങ്ങൾ. ഭൂവിൽ ചെയ്തു വെച്ചോ നല്ല പ്രവർത്തനങ്ങൾ കബറിൽ തുറന്നു കിട്ടും സ്വർഗത്തിൻ കവാടങ്ങൾ. കളവ് പറഞ്ഞാൽ പോലും കബറിൽ വരും ശിക്ഷകൾ. കളവ് പറഞ്ഞാൽ പോലും കബറിൽ വരും ശിക്ഷകൾ. കൂടെയുള്ളോരെല്ലാം മൂടു കല്ലു വെച്ചു പിരിഞ്ഞു പോയാൽ ആരുമാരും തുണയില്ലാതായാൽ ആരുമാരും തുണയില്ലാതായാൽ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് അജ്മൽ. കേൾക്കുന്നുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلنا في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر.
അസ്സലാമു അലൈക്കും. എൻ്റെ പേരാണ് മുഹമ്മദ് ജാസിം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم.